സർക്കാർ വല്ലതും പറഞ്ഞ കടം കൂടി പഴയ ബാലൻസ് ഇവിടെ ഇപ്പൊ 10,000-2,000 രൂപയായി. ഒന്നും കിട്ടിയില്ല. അമ്മയുടെ മരുന്ന് തീർന്നിട്ട് 2 ആഴ്ചയായി. കോപ്പ് എല്ലാം കൂടെ എന്ത് ചെയ്യും? വല്ല ജോലിയുണ്ടോ? ഒന്നുമില്ല. കടം മേടിച്ച് മൊത്തത്തിൽ കട. എനിക്ക് വയ്യ. നമ്മുടെ പുതിയ മാനേജർ ആളെങ്ങനെയുണ്ട്? ഇന്നലെ സാറ് അകത്തിരുന്ന് ആരോ ഷോട്ട് ചെയ്യാനുണ്ടായിരുന്നല്ലോ. അതെ, സ്ഥലം മാറി വന്നല്ലേ, അതിന്റെ കരിപ്പായിരിക്കും. നമുക്ക് ഊണിക്കാൻ പോലെ ഞാൻ അത്യാവശ്യമായിട്ട് മീറ്റിംഗ് വെച്ച് കൂട്ടിയാൽ അവർക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി സാർ? ഓക്കെ. നമുക്കിപ്പോ ലോണിന് ഏറ്റവും കൂടുതൽ ഡ്യൂസ് ഏറ്റവും കൂടുതലുള്ള ആരൊക്കെയാണ് കസ്റ്റമേഴ്സ്? സാർ അതെ, നമുക്കിപ്പോ ഡ്യൂസ് വന്നിരിക്കുന്നത് ഒരു അരുൺകുമാറും ഒരു ജാനകിയമ്മ. അത് കഴിഞ്ഞ് ജാനകിയമ്മയുടെ വീട്ടിൽ നമുക്ക് ഇന്ന് പോവാം. പിന്നെ അരുൺകുമാർ, ഇവരാണ് നമ്മൾ ഡ്യൂസ് എടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ സാർ നമുക്ക് ഇന്ന് വേണമെങ്കിൽ നമുക്ക് ജാനകിയമ്മയുടെ വീട്ടിൽ പോവാം. എന്നിട്ട് വേണം മറ്റന്നാളും നാളെ നമുക്ക് അനുഭവം. സാറ് ഇപ്പൊ നമുക്ക് പോയേക്കാം. നമുക്ക് പോയേക്കാം. ഓക്കെ. എന്താ ബാങ്കിൽ നിന്നാണേ നിങ്ങള് ഒരു ഹോം ലോൺ എടുത്തിട്ടേ നിങ്ങൾ ഒറ്റ തവണ പോലും തിരിച്ചടച്ചിട്ടില്ല. ആര് ലോൺ എടുത്ത്? ഈ ജാനകിയമ്മ എന്ന് പറയുന്നത് അതെന്റെ അമ്മയാണ്. അതെ, ഒരു തവണ പോലും നിങ്ങൾ ബാങ്കിൽ പൈസ തിരിച്ചടച്ചിട്ടില്ല. ചേട്ടാ, എന്റെ അമ്മ മരിച്ചുപോയി. അമ്മയുടെ പേരിലല്ലേ ലോൺ ഉണ്ടായിരുന്നു. എനിക്കതിനെപ്പറ്റി എനിക്കറിയില്ല. അമ്മ മരിച്ചുപോയി. എനിക്കറിയില്ല അതിനെപ്പറ്റി. ഇപ്പൊ അമ്മയല്ലേ എടുത്ത്, അമ്മയുടെ പേരിലല്ലേ ലോൺ ഉണ്ട്. എനിക്കറിയില്ല സാറേ. ജാനകിയമ്മയുടെ പേരിൽ 20 വർഷം ഹോം ലോൺ എടുത്താണ്. ഒരു EMI പോലും അടച്ചിട്ടില്ല. ഇപ്പോൾ ഒരു 26-26 വർഷം മേളിലായിട്ടുണ്ടാവും. ബാങ്കിന് നെക്സ്റ്റ് പ്രൊസീജിയർ ജപ്തി ചെയ്യാം. അത് ഫേസ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ കാര്യമാണ്. ചേട്ടാ, എനിക്ക് ലോണിനെ പറ്റി അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്റെ അമ്മയുടെ പേരിലുള്ള ലോണാണ്. അമ്മ മരിച്ചിട്ട് കുറച്ചു കാലമായി. എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്യും. അവന്റെ ലോണിനെ ഒരു ഇളവും വരുത്തണ്ട. പലിശയുടെ പലിശ എല്ലാം ചേർത്തേക്കണം കേട്ടോ. നാളെ നമുക്ക് അരുണിന്റെ വീട്ടിൽ പോവാം കേട്ടോ. രാവിലെ കേട്ടോ. പ്രാവശ്യം വണ്ടി എടുക്കും. ശരി, പോ. ജോസഫ് സാറ് അകത്തുണ്ട്. സാർ സാറേ, കഴിഞ്ഞ ദിവസം സാർ ബാങ്കിൽ നിന്ന് വീട്ടിൽ വന്നിരുന്നു. മരിച്ചുപോയ ജാനകിയമ്മയുടെ മോൻ അരുൺ. ജാനുവാണോ? പറയാം സാറേ. നോട്ടീസ് വന്നേരം നിങ്ങൾ വന്ന് സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ അമ്മ മരിച്ചു തന്നെ നോട്ടീസ് വന്നപ്പോൾ ഇതിൻ്റെ പൈസയുടെ കാര്യം എനിക്ക് അത്ര അടക്കാനുള്ള വൃത്തിയൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വരിക എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ ബാങ്കിൻ്റെ പ്രൊസീജിയറിന് എതിരാണ്. അത് നമുക്ക് അടച്ചേ പറ്റുള്ളൂ. സാറേ, ഇത്ര അടക്കാനുള്ള നിവൃത്തി ഇപ്പം എന്നെ കൊണ്ടില്ല. അത് അടച്ചേ പറ്റൂ. സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതുകൊണ്ടോ ഞാൻ പേപ്പറൊക്കെ ആയിട്ട് പോകുന്നു. വീട്ടിൽ വന്നപ്പോൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അല്ല സാറേ, അതെന്റെ സാഹചര്യം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ. നിങ്ങളിപ്പോൾ അത് വലിയ കാര്യമൊക്കെ ഉണ്ട്. നിങ്ങൾ എനിക്കെന്തെങ്കിലും ക്ഷമിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുത്തി തരണം. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് ബാങ്കിൻ്റെതായ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടച്ചേ പറ്റുള്ളൂ. നിങ്ങൾ പോവാം. ഹലോ. എന്താ ചേട്ടാ? എന്താ സാറേ? അരുൺ കൊച്ചുപറമ്പിൽ. അത് ഞാനാണ്. ആരാ മോനെ? എന്താ സാറന്മാരെ? നിങ്ങൾ 5 ലക്ഷം രൂപയാണ് നമ്മുടെ ബാങ്കിൽ നിന്ന് കാർഷിക വായ്പ എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ 6 ലക്ഷത്തിന് മേലായി. ഇനി അടുത്ത നടപടി ജപ്തിയാണ്. സാറേ,
മനപ്പുറം തിരിച്ചടക്കാത്തതല്ല. കൃഷി ചെയ്യാൻ വേണ്ടി ആ ലോൺ എടുത്തത്. മഴ പെയ്ത് എല്ലാം നഷ്ടത്തിലായി. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ അവന് ഗൾഫിലേക്ക് വിട്ടത്. അവൾ തട്ടിപ്പിൽ പെട്ടുപോയി. വക്കീലേ അവിടെ ലോൺ എങ്ങനെ, അവിടെ ഇൻട്രസ്റ്റും ലോണിന്റെ എങ്ങനെ വരാം? നമുക്ക് അവർക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കണം. നമുക്ക് നമ്മുടെ ബാങ്കിന്റെ നിയമം അനുസരിച്ച് നമുക്കതിന് ചെയ്യാൻ പറ്റത്തില്ല. നിയമമല്ല, നമുക്കത് ഞാൻ നോക്കിക്കോളാം. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അതല്ല വക്കീലേ, പിന്നെ ഇത് ഒരു തെറ്റായ മെസ്സേജായിട്ട് ആരും വ്യാഖ്യാനിക്കരുത്. ഇതൊരു മാനുഷിക പരിഗണന മാത്രം. നിങ്ങൾക്ക് എത്ര രൂപ അടക്കാൻ പറ്റും? 1-2 ആഴ്ചക്കുള്ളിൽ ഒരു 10-20,000 രൂപ ഞങ്ങൾ അടയ്ക്കാം. 20,000 രൂപ കൊണ്ട് നടക്ക്. ബാക്കി ഞാൻ വ്യക്തിപരമായി ഞാൻ ഡീൽ ചെയ്തോളാം. ഞാനും ഇതുപോലത്തെ ജീവിത സാഹചര്യങ്ങളും വളർന്നു വന്നത്. എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത് എൻ്റെ അമ്മയാണ്. ചില സമയങ്ങളിൽ പൈസയേക്കാൾ വലുതാണ് മാനുഷിക മൂല്യം. നിങ്ങളിൽ ഞാനും കണ്ടത് എൻ്റെ ചെറുപ്പത്തിലെ ജീവിത സാഹചര്യമാണ്. പണം വരും പോവും. ഓക്കെ, ശരി ചേട്ടാ.